അട്ടക്കുളങ്ങരയിൽ തകർന്നു വീണ ഗവൺമെന്റ് സെൻട്രൽ ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ മതിലും അപകടാവസ്ഥയിലാണെന്ന വാർത്ത വരുമ്പോഴാണ് നമുക്കൊരു അമ്പരപ്പുണ്ടാകുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഈ സ്കൂൾ കെട്ടിടത്തിന് മുന്നിൽ നിന്ന് ഷബീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷബീദ്, നമുക്ക് യഥാർത്ഥത്തിൽ ഈ മതിലും അപകടാവസ്ഥയിലാണ് എന്ന വാർത്ത വരുമ്പോൾ ശരിക്കും ഈ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് കൊടുത്ത കോർപ്പറേഷൻ അധികാരികളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്താണ് നമുക്കറിയാൻ കഴിയുന്ന വിവരങ്ങൾ? ഇക്കാര്യത്തിൽ ഒരു ഗുരുതരമായിട്ടുള്ള അലംഭാവം ഉണ്ടായി എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഈ കെട്ടിടത്തെ നമുക്ക് വളരെ അടുത്തറിയാം. കാരണം നമ്മളുടെ പഴയ ബ്യൂറോ ഓഫീസ് പ്രവർത്തിച്ചതിന് തൊട്ടടുത്ത മതിലാണ് ഈ കെട്ടിടം എന്നുള്ളത്. നമ്മൾ നേരത്തെ പല ആവശ്യങ്ങൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ വൈകിട്ട് 5 മണിക്ക് ശേഷം പൊളിഞ്ഞു വീണ കെട്ടിടം എന്ന് പറയുന്നത് 3 പ്രധാനപ്പെട്ട അല്ലെങ്കിൽ 3 ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ 3 ഇപ്പോൾ അത് സർവ്വശിക്ഷാ അഭിയാന്റെ ഓഫീസാണ്. ആ വലുപ്പത്തിൽ ഇതിന്റെ മുകളിലത്തെ ഓട് പൊളിഞ്ഞ് താഴേക്ക്, ഓടും അതേപോലെ മേൽക്കൂരയും കഴുക്കോലടക്കമുള്ള കാര്യങ്ങൾ പൊളിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. ഇവിടെ ഈ പറയുന്ന സർവ്വശിക്ഷാ അഭിയാന്റെ പ്രധാനപ്പെട്ട ഓഫീസർമാരുടെ ക്യാബിൻ ഉണ്ടായിരുന്നു. അതേപോലെ തൊട്ടിപ്പുറത്ത് അവരുടെ കോൺഫറൻസ് റൂം ഉണ്ടായിരുന്നു. അവരുടെ ജീവനക്കാർ പ്രവർത്തിക്കുന്ന 18ഓളം ജീവനക്കാർ പ്രവർത്തിക്കുന്ന സ്ഥലമായിരുന്നു ഇത്. ഇവിടെയാണ് ഇത് പൊളിഞ്ഞ് താഴേക്ക് വിടുന്നത്. 2020-ൽ ഈ സ്കൂൾ, നേരത്തെ വി ശിവൻകുട്ടി സൂചിപ്പിച്ചതുപോലെ ഈ സ്കൂളിലെ പഴക്കം ചെന്ന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ ഒരു തീരുമാനം ഉണ്ടാവുകയും പിന്നീട് അത് വലിയ പ്രതിഷേധത്തിൽ കലാശിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ നിൽക്കുന്ന ഈ കെട്ടിടത്തിന്റെ ഈ ഭാഗത്ത് നിന്ന് സ്കൂളിന്റെ പ്രവർത്തനം മറ്റു ഭാഗങ്ങളിലേക്ക്, മറ്റു ചില പുതിയ കെട്ടിടം വന്നിട്ടുണ്ട്. അപ്പുറത്ത് സമാന സ്വഭാവത്തിൽ ഫിറ്റ്നസ് ഉള്ള വേറെ കെട്ടിടങ്ങളുണ്ട്. ഏതായാലും അതടക്കമുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. പക്ഷേ 2020-ൽ ഇതിനെ പൈതൃക കെട്ടിടമാക്കി മാറ്റി. അതിനുശേഷം 2025-ലാണ് വീണ്ടും ചെറിയ നവീകരണ പ്രവർത്തികൾ, അതായത് ഇതിന്റെ മേൽക്കൂര മാത്രം, സീലിംഗ് മാത്രം ഒരു പുതുതാക്കി പണിഞ്ഞു. അതിനുശേഷം ഇവിടെ SSK പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കുകയായിരുന്നു എന്നുള്ളതാണ് നിലവിൽ നമ്മളുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം. പക്ഷേ ഇതിന് ബലക്ഷയമുണ്ട് എന്നുള്ള പരിശോധന നടത്തുന്നത് നഗരസഭയും ബന്ധപ്പെട്ട അധികൃതരുമായിരുന്നു. അക്കാര്യത്തിൽ പരിശോധന നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമുള്ള കാര്യം. ഇന്നലെ ഇവിടേക്ക് എത്തിയിട്ടുള്ള ഈ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും അതേപോലെ തന്നെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അടക്കമുള്ള ആളുകളോട് നമ്മൾ ചോദിച്ചിരുന്നു നഗരസഭയ്ക്ക് ഇതിനൊരു ഉത്തരവാദിത്വം ഇല്ലെന്ന്. പക്ഷേ ആദ്യഘട്ടത്തിൽ നിഷേധിക്കാനാണ് അവർ തയ്യാറായത്. അതിനുശേഷം മേയർ വി രാജേഷ് ഗുരുതരമായിട്ടുള്ള ആരോപണം മുന്നോട്ട് വെച്ചു. അതായത് 3 കോടി മുടക്കി കഴിഞ്ഞ മുൻ സർക്കാർ നവീകരിച്ച കെട്ടിടമാണ്. പക്ഷേ ഇപ്പോൾ വി ശിവൻകുട്ടി പറയുന്നു അത് 3 കോടിയല്ല 15 ലക്ഷം രൂപയാണ് എന്നുള്ള കാര്യം. പക്ഷേ നമുക്കറിയില്ല. ഏതായാലും 2020-ൽ പൈതൃക കെട്ടിടമാക്കി അങ്ങനെ ബലക്ഷയം സംഭവിച്ചുവെന്ന കഴിഞ്ഞ ഓഡിറ്റിംഗിലും നഗരസഭയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു കാര്യമാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് SSK കെട്ടിടത്തിൽ, SSK ഒരു ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടത്തിലാണോ പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം അത് കണ്ടെത്താൻ സർക്കാരിന് കഴിഞ്ഞില്ലേ എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഏതായാലും 18 ജീവനക്കാർ പ്രവർത്തിച്ച കെട്ടിടം അവർ 4:30 ജോലി അവസാനിപ്പിച്ച് മടങ്ങുന്നതോടുകൂടി മാത്രമാണ് ഒരു വലിയ അപകടം ഉണ്ടാകാതിരുന്നില്ലെങ്കിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന വലിയ അപകടം ഉണ്ടായേനെ. ഇന്ന് 9 മണിക്ക് മുൻപ് വിദ്യാഭ്യാസ മന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സെക്രട്ടറിയോടാണ് റിപ്പോർട്ട് തേടിയത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി എടുക്കും. പക്ഷേ നഗരസഭയും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് കെട്ടിടം പൊളിച്ചു മാറ്റുന്ന അടക്കമുള്ള നീക്കങ്ങളിലേക്ക് കടന്നേക്കാനുള്ള സാധ്യതയുമുണ്ട്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.